അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നസീം. അപ്പോൾ ഞാൻ ഒരു അടിപൊളി സംഭവം കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് മുളങ്കൂമ്പ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ കഴിച്ചാൽ ഇത് ഒരു ആട്ടിൻ സൂപ്പിന് പോലെ എന്നാണ് പറയുക. അപ്പോൾ ഇതിനുള്ള പുറന്തോടുകളൊക്കെ നമുക്ക് മൊത്തം അങ്ങോട്ട് അടർത്തി മാറ്റാം കേട്ടോ. വൈറ്റ് കളർ ആവുന്നത് വരെ ഇങ്ങനെ അടർത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ടൊരു ഗ്രേറ്റർ വെച്ച് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലുലുമോൾ എന്തൊക്കെയൊക്കെയോ കൊടുത്ത് വായിലിടുന്നുണ്ട് ഇതിൻ്റെ മുളങ്കൂമ്പിൻ്റെ തോടൊക്കെ. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതിനാവശ്യമുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 4 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, കുറച്ച് തേങ്ങയും കൂടെ എടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുളകുമ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റുകൊട്ട എന്നൊക്കെ പറയില്ല, ഊറ്റുകൊട്ട, അരിപ്പക്കൊട്ട എന്നൊക്കെ പറയും ചിലർ, ഇതിലേക്ക് ഊറ്റി മാറ്റാം കേട്ടോ. അപ്പോൾ ഊറ്റുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായത് കാരണം. അപ്പോൾ ഇത് 2-3 തവണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഊറ്റി മാറ്റണം കേട്ടോ, എന്നാലേ കട്ട് മാറുള്ളൂ. കട്ടാണെങ്കിൽ വയറിളകുന്നൊക്കെ പറയുന്നേക്കാം. അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് തമ്മിലൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ അടർത്തി മാറ്റണം കേട്ടോ. വെള്ളം പോയാൽ തന്നെ ഇങ്ങനെ തമ്മിലൊട്ടൊന്നുമില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ക്രഷ് ചെയ്ത് വെച്ചാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം കുഴയ്ക്കരുത്, അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ഇല്ല, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിട്ട് കൊടുത്ത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളകുമ്പ് ഇതാക്കി വെച്ചിട്ടില്ല, വേവിച്ച് വെച്ചത് ഇതിനകത്തേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി വെന്തത് കാരണം ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അടിപൊളി ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ.